Good morning, students. Next topic ആണ് ത്രീ സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ DBMS ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ത്രീ സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. എക്സാമിനത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ബിക്കകത്തോ ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിനകത്തെ ഓരോ ലെവൽസും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ഫിഗറും കൂടെ പഠിക്കുക. ത്രീ സ്കീമ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ DBMS എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ ഒരു 3 ലെവൽ ആർക്കിടെക്ചർ ആണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ലെവലിനകത്തും ഓരോരോ സ്കീമകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ത്രീ സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ സെക്ഷനകത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് DBMSന്റെ ത്രീ സ്കീമ ആർക്കിടെക്ചർ അല്ലെങ്കിൽ 3 ലെവൽ ആയിട്ടുള്ള ആർക്കിടെക്ചറിനെ പറ്റിയാണ്. ഓരോ ലെവലിലും ഏതൊക്കെ സ്കീമകളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The goal of the three schema architecture is to separate the user applications from the physical database. അതായത് യൂസർ ആപ്ലിക്കേഷൻസ് വഴിയാണല്ലോ നമ്മൾ DBMSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോറേജും നമ്മുടെ യൂസർ ആപ്ലിക്കേഷൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. മെയിൻ ആയിട്ട് മൂന്ന് ലെവൽസ് ആയിട്ടാണ് നമ്മുടെ ത്രീ സ്കീമ ആർക്കിടെക്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്റേണൽ ലെവൽ, കോൺസെപ്ച്വൽ ലെവൽ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലെവൽ. ഇന്റേണൽ ലെവൽ, കോൺസെപ്ച്വൽ ലെവൽ, എക്സ്റ്റേണൽ ലെവൽ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ ലെവലാണ്. The internal level has an internal schema which describes the physical storage structure of the database. The internal schema uses a physical data model and describes the complete details of data storage and access path for the database. ഇന്റേണൽ ലെവലിനകത്ത് യൂസ് ചെയ്യുന്ന സ്കീമയ്ക്ക് പറയുന്ന പേരാണ് ഇന്റേണൽ സ്കീമ. ആ ഇന്റേണൽ സ്കീമയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഡേറ്റാബേസിനകത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽസ് ആണ് എവിടെയുള്ളത്? ഇന്റേണൽ സ്കീമയ്ക്കകത്തുള്ളത്. ഡേറ്റാബേസിനകത്ത് ഡിസ്കിനകത്തായിരിക്കുമല്ലോ നമ്മൾ ഡേറ്റകൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫിസിക്കൽ സ്റ്റോറേജിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിലിംഗ് ആണ് എവിടെയുള്ളത്? നമ്മുടെ ഇന്റേണൽ ലെവലിനകത്തെ ഇന്റേണൽ സ്കീമയ്ക്കകത്ത് ഉള്ളത്. അപ്പോൾ ഡേറ്റ സ്റ്റോറേജ് ഇതിനെ എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതിന്റെ സൈസ്, സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കിനകത്തെ സൈസ്, സ്ട്രക്ചർ, സ്റ്റോർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് എവിടെയുള്ളത്? ഇന്റേണൽ സ്കീമയ്ക്കകത്തുള്ളത്. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഡിസ്ക്രൈബ്സ് സ്ട്രക്ചർ ഓഫ് ഫിസിക്കൽ സ്റ്റോറേജ് ഓഫ് ദ ഡേറ്റാബേസ്. അപ്പൊ അതാണ് ഇന്റേണൽ ലെവൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ലെവല് ഇന്റേണൽ ലെവല്, അവിടെയുള്ള സ്കീമയാണ് ഇന്റേണൽ സ്കീമ. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ള കാര്യം പഠിക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡേറ്റ മോഡൽസ് ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. അതിനകത്തെ ഫിസിക്കൽ ഡേറ്റ മോഡലാണ് നമ്മൾ ഇന്റേണൽ സ്കീമ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കോൺസെപ്ച്വൽ ലെവൽ. രണ്ടാമത്തെ ലെവലാണ് കോൺസെപ്ച്വൽ ലെവൽ, അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ലോജിക്കൽ ലെവൽ എന്നും പറയും. ലോജിക്കൽ ലെവൽ. The conceptual level has a conceptual schema which describes the structure of the whole database for a community of the users. The conceptual schema hides the details of physical storage structures and concentrates on describing entities, data types, relationships, user operations and constraints. Usually, a representational data model is used to describe the conceptual schema when a database system is implemented. This implementation conceptual schema is often based on a conceptual schema design in a high-level data model. അപ്പോൾ രണ്ടാമത്തെ ലെവലാണ് ഏത്? കോൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നത്. കോൺസെപ്ച്വൽ ലെവലിനകത്തുള്ള സ്കീമയ്ക്ക് പറയുന്ന പേരാണ് കോൺസെപ്ച്വൽ സ്കീമ. ഇനി ആ കോൺസെപ്ച്വൽ സ്കീമ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തിനെ പറ്റിയാണ്? ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഏത് സ്കീമയ്ക്കകത്തുള്ളത്? കോൺസെപ്ച്വൽ സ്കീമയ്ക്കകത്തുള്ളത്. ഇവിടെ ആ ഡേറ്റയുടെ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചറിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് ഹൈഡ് ചെയ്ത് വെക്കുന്നു. പകരം ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റിറ്റികളുടെ ഡീറ്റെയിൽസ്, ഡേറ്റ ടൈപ്പുകളുടെ ഡീറ്റെയിൽസ്, റിലേഷൻഷിപ്സ്, യൂസർ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്, പിന്നെ കൺസ്ട്രെയിൻസ് അതായത് റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ഏതൊക്കെയാണ്, ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്റ്റുഡന്റ് ആണോ, യൂണിവേഴ്സിറ്റി ആണോ, വെഹിക്കിൾ ആണോ, എന്ത് വേണമെങ്കിലും ആ ഒരു ഡേറ്റാബേസിനകത്ത് ഡേറ്റ എന്ന് പറയുന്നത്.
പിന്നെ ആ ഡേറ്റാബേസിന്റെ അകത്ത് ഡേറ്റകളുടെ ടൈപ്പ് എന്താണ്, നമ്പർ ആണോ ക്യാരക്ടർ ആണോ എന്ത് ടൈപ്പിലുള്ള ഡേറ്റയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾസോ അല്ലെങ്കിൽ റിലേഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും റിലേഷൻഷിപ്സ് വരുന്നുണ്ടോ, യൂസർ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, പിന്നെ ഡേറ്റാബേസിനകത്ത് ആ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ റൂൾസ് ആണ് യൂസർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്കീമയാണ് കോൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുന്നത്. ആ കോൺസെപ്ച്വൽ സ്കീമ ഉള്ള ലെവലാണ് ഏത്, കോൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കോൺസെപ്ച്വൽ സ്കീമാനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ മോഡലാണ് റെപ്രസെന്റേഷണൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ ലെവലിനകത്ത് ഓർത്തു വെക്കേണ്ടത്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ. രണ്ടുപേര് പറയും, ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ. എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ includes a number of external schemas or user views. Each external schema describes the part of the database that a particular user group is interested in and hides the rest of the database from that user group. As in the previous level, each external schema is typically implemented using representational data model, possibly based on an external schema design in a high level data model. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ പറ്റാണ്, എക്സ്റ്റേണൽ ലെവലിനെ പറ്റാണ് അല്ലെങ്കിൽ വ്യൂ ലെവലിനെ പറ്റാണ്. അപ്പൊ ഈ വ്യൂ ലെവലിനകത്തുള്ള സ്കീമയ്ക്ക് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സ്കീമ അല്ലെങ്കിൽ യൂസർ വ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്റ്റേണൽ സ്കീമയ്ക്കകത്ത് എന്തിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, യൂസർ ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ലെവലാണ് ഈ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും എവിടെ വരുന്നത്, ഈ എക്സ്റ്റേണൽ ലെവലിനകത്ത് വരുന്നത്. ബാക്കിയുള്ള ഡേറ്റയുടെ ഫിസിക്കൽ സ്റ്റോറേജിനെ പറ്റിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡേറ്റയുടെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല. എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഏതൊക്കെ യൂസേഴ്സ് ആണ് ഈ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള യൂസേഴ്സിന്റെ അല്ലെങ്കിൽ യൂസർ വ്യൂസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ എക്സ്റ്റേണൽ സ്കീമയ്ക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത്രയാണ് ഓരോ ലെവൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്കീമ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്കീമ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡലാണ് ഹൈ ലെവൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന ഒരു ഫിഗർ ആണ് താഴെ തന്നിരിക്കുന്നത്. ഈ സ്കീമ ആർക്കിടെക്ചറിന്റെ ഫിഗർ ആണ് താഴെ തന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. എസ്ഐക്ക് അല്ലെങ്കിൽ പാർട്ട് ബിക്കകത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കി, ഓരോരോ ലെവൽ ബൈ ലെവൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. നോക്കി, ആദ്യമേ തന്നിരിക്കുന്നത് ഇന്റേണൽ സ്കീമ. ഇന്റേണൽ സ്കീമയോട് കൂടിയാണ് സ്റ്റോർഡ് ഡേറ്റാബേസ് തന്നിരിക്കുന്നത്. രണ്ടാമത് തന്നിരിക്കുന്നത് കോൺസെപ്ച്വൽ സ്കീമ. മൂന്നാമത്തെ നമ്മുടെ ലെവലായിട്ടുള്ളത് എക്സ്റ്റേണൽ ലെവൽ. ഇവിടെ ഓരോ ലെവൽസ് തന്നിട്ടുണ്ട്, ഇന്റേണൽ ലെവല്, കോൺസെപ്ച്വൽ ലെവല്, എക്സ്റ്റേണൽ ലെവൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ എക്സ്റ്റേണൽ ലെവലിനകത്താണ് യൂസർ ഡയറക്റ്റ് ആയിട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്. യൂസറിന് വേണ്ട റിക്വസ്റ്റുകൾ കൊടുക്കുന്ന ലെവലാണ് ഏത്, എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എൻഡ് യൂസേഴ്സിനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള സ്കീമയാണ് ഏത്, എക്സ്റ്റേണൽ സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ യൂസറിനെ അനുസരിച്ച് ആ സ്കീമയ്ക്കും വ്യത്യാസം വരാം അല്ലെങ്കിൽ വ്യൂവിനും വ്യത്യാസം വരാം. അതിനുശേഷം രണ്ടാമത്തെ ലെവലാണ് ഏത്, കോൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നത്. കോൺസെപ്ച്വൽ ലെവലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞേ, എന്ത് ഡേറ്റയാണോ യൂസറിന് ആവശ്യം ആ ഡേറ്റയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. മൂന്നാമതായി വരുന്ന ലെവലാണ് ഏത്, ഇന്റേണൽ ലെവൽ എന്ന് പറയുന്നത്. ഇന്റേണൽ ലെവലിനകത്തുള്ള സ്കീമയാണ് ഇന്റേണൽ സ്കീമ എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ ലെവലാണ് നമ്മുടെ ഫിസിക്കൽ മീഡിയവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ഡിസ്കുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ സ്കീമയ്ക്കകത്ത് എന്ത് കാര്യങ്ങൾ ഉണ്ടാവുക, ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലിംഗ് ആയിരിക്കും നമ്മുടെ ഇന്റേണൽ സ്കീമയ്ക്കകത്ത് കാണുന്നത്. അതായത് ഒറിജിനൽ ആയിട്ടും ഡേറ്റാബേസിനകത്ത് ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തെന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്റേണൽ ലെവലിനകത്ത് വരുന്നത്. ഇനി ഇത് കൂടാതെ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ, എക്സ്റ്റേണൽ ഓർ കോൺസെപ്ച്വൽ മാപ്പിംഗ്, അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ഓർ ഇന്റേണൽ മാപ്പിംഗ്. അപ്പൊ ഇതിനു മുമ്പായിട്ട് നമുക്ക് മാപ്പിംഗ് എന്താണെന്ന് അറിയണം. അതിനുശേഷമേ നമുക്ക് ഓരോ മാപ്പിംഗ് എന്താന്നുള്ള കാര്യം നോക്കാം. Mapping is used to transform the request and response between various database levels of architecture. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല പല ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലെവൽസ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് മാപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവേർഷനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ, 3 ലെവൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈ 3 ലെവലിനകത്തും സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നാണ്. ഒന്നാമത്തെ ലെവൽ എക്സ്റ്റേണൽ ലെവലിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കാര്യം എന്താണ്, യൂസറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. രണ്ടാമത് കോൺസെപ്റ്റ് ലെവലിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ലെവലിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഫിസിക്കൽ മീഡിയത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഈ 3 തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിലേ യൂസർ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് കിട്ടത്തുള്ളൂ.
അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ലെവലുകളെയും തമ്മിൽ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് കൊടുക്കുന്ന റിക്വസ്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. അതായത് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ റിക്വസ്റ്റുകളെ കൺവേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് കൺവേർഷൻ പറയുന്ന പേരാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പല ലെവൽസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് കൺവേർഷൻ പറയുന്ന പേരാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ഡേറ്റാബേസുകൾക്ക് ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. കാരണം എന്താണ്? ഒരുപാട് ടൈം ഈ കൺവേർഷന് വേണ്ടിയിട്ട് എടുക്കും. അതുകൊണ്ട് മാപ്പിംഗ് എന്ന് പറയുന്നത് ചെറിയ ഡേറ്റാബേസുകൾക്ക് അത്ര കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി രണ്ട് ടൈപ്പ് മാപ്പിംഗ് ആണുള്ളത്. എക്സ്റ്റേണൽ ഓർ കോൺസെപ്ച്വൽ മാപ്പിംഗും അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ഓർ ഇന്റേണൽ മാപ്പിംഗും. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഓർ കോൺസെപ്ച്വൽ മാപ്പിംഗ്. It is necessary to transform the request from external level to conceptual schema. So, ഇവിടെ എങ്ങനെയാ റിക്വസ്റ്റ് വരുന്നത്? എക്സ്റ്റേണലിൽ നിന്നും കോൺസെപ്ച്വലിലേക്കുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് ട്രാൻസ്ഫോമിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഓർ കോൺസെപ്ച്വൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് യൂസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യവും എന്ത് ഡേറ്റ ആണെന്നുള്ള കാര്യമാണ് ഈ രണ്ട് ലെവൽസിനകത്ത് വരുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് കൺവേർഷൻ എന്ന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഓർ കോൺസെപ്ച്വൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് മാപ്പിംഗ് ആണ് ഏത്? കോൺസെപ്ച്വൽ ഓർ ഇന്റേണൽ മാപ്പിംഗ്. അത് ആരൊക്കെ തമ്മിലുള്ളതായിരിക്കും? കോൺസെപ്ച്വൽ ലെവലും ഇന്റേണൽ ലെവലും തമ്മിലുള്ള മാപ്പിംഗ് ആയിരിക്കും. Dbms ട്രാൻസ്ഫോം റിക്വസ്റ്റ് ഫ്രം ദ കോൺസെപ്റ്റ് ടു ഇന്റേണൽ ലെവൽ. അപ്പൊ കോൺസെപ്ച്വൽ ലെവലിൽ നിന്നും ഇന്റേണൽ ലെവലിലേക്കുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് ട്രാൻസ്ഫോമിന് പറയുന്ന പേരാണ് കോൺസെപ്ച്വൽ ഓർ ഇന്റേണൽ മാപ്പിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ 3 സ്കീമ ആർക്കിടെക്ചറിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിനകത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മാപ്പിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ മാപ്പിംഗ് എന്താന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഞാൻ ഈ നോട്ട് PDF ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെയുള്ള നോട്ട് എഴുതാം, അല്ലെങ്കിൽ ഇതിന് താഴോട്ട് ഇത് കണ്ടോ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഫിഗർ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ലെവലിനകത്തും വരുന്ന കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആയിട്ട് തോന്നുന്നത് ആ നോട്ട് എഴുതുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടെക്സ്റ്റിനകത്ത് നോട്ട് എഴുതാം, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നോട്ടുകൾ എഴുതാം, അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ നോട്ട് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് എഴുതുക. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഫിഗർ കൂട്ടി വേണം. ഏത് നോട്ടാണ് എഴുതുന്നതെങ്കിലും ഫിഗർ കൂട്ടി തന്നെ വേണം ഈ ടോപ്പിക്ക് പഠിക്കാനായിട്ട്.